Now we are going to create an object using a class which contains a user-defined constructor. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ അകത്തേക്ക് നമ്മളൊരു കൺസ്ട്രക്ടർ യൂസർ ഡിഫൈൻഡ് കൺസ്ട്രക്ടർ ഉപയോഗിച്ച് നമ്മൾ ഒരു ഓബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എ കൺസ്ട്രക്ടർ ഈസ് യൂസ്ഡ് ടു കൺസ്ട്രക്ട് ആൻ ഓബ്ജക്റ്റ്. കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഒരു ഓബ്ജക്റ്റിനെ കൺസ്ട്രക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ദാറ്റ് കൺസ്ട്രക്ടർ വിൽ ബി കോൾഡ് ഓട്ടോമാറ്റിക്കലി when a new operator calls for creation of an object. ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ ഓപ്പറേറ്റർ കോൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ കൺസ്ട്രക്ടർ കോൾ ചെയ്യപ്പെടും. If there is no explicit user defined constructor, the default constructor will be called. എക്സ്പ്ലിസിറ്റ് ആയിട്ട് മാനുവലായിട്ട് യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഒരു കൺസ്ട്രക്ടർ അവിടെ ഇല്ല എങ്കിൽ ഡിഫോൾട്ടായിട്ടുള്ള കൺസ്ട്രക്ടർ കോൾ ചെയ്യും. അതാണ് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ കണ്ടത്. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കോൾ ചെയ്യും. ഇനി മുതൽ നമ്മൾ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസർ ഡിഫൈൻഡ് കൺസ്ട്രക്ടേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ ദിസ് ക്ലാസ് വി ആർ യൂസിങ് എ കൺസ്ട്രക്ടർ. എ കൺസ്ട്രക്ടർ ഹാസ് a same name as that of its class it contains. അതായത് കൺസ്ട്രക്ടറിന് ഏത് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറാണോ ആ ക്ലാസിൻ്റെ അതേ പേര് തന്നെയായിരിക്കും. ഇവിടെ നോക്കിക്കോ, ദിസ് ഈസ് എ കൺസ്ട്രക്ടർ. ഈ കൺസ്ട്രക്ടറിൻ്റെ പേര് സെയിം ആസ് ദാറ്റ് ഓഫ് ഇറ്റ്സ് ക്ലാസ്. ക്ലാസിൻ്റെ അതേ പേര്, ബോക്സ് തന്നെ. അതാണ് ഒന്നാമത്തെ പോയിന്റ് ഓർത്തിരിക്കേണ്ടത്. രണ്ടാമത്തെ പോയിന്റ്, എ കൺസ്ട്രക്ടർ ലുക്സ് ആൻഡ് വർക്ക്സ് ലൈക്ക് എ മെത്തേഡ്. ഒരു കൺസ്ട്രക്ടർ കാണുമ്പോഴും അതിൻ്റെ വർക്കിങ്, അതിൻ്റെ എക്സിക്യൂഷനും ഒരു മെത്തേഡ് പോലെ തന്നെയാണ് താൻ. കാണുമ്പോൾ മെത്തേഡ് പോലെ തന്നെ. കണ്ടോ, പല മെത്തേഡിന് പാരാന്തസിസ് ഉണ്ട്. വൈ വി ആർ യൂസിങ് എ പാരാന്തസിസ് ഇൻ എ മെത്തേഡ്? ഇൻ ഓർഡർ ടു റൈറ്റ് പാരാമീറ്റേഴ്സ്. മെത്തേഡിൽ നമ്മൾ പാരാന്തസിസ് എഴുതുന്നത് പാരാമീറ്റർ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കൺസ്ട്രക്ടർ is also has a pair of parentheses in order to write parameters. കൺസ്ട്രക്ടറിനും പാരാന്തസിസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റൈറ്റ് പാരാമീറ്റേഴ്സ്. എന്താണ് പാരാമീറ്റേഴ്സ്? പാരാമീറ്റേഴ്സ് ആൻഡ് ആർഗ്യുമെന്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. രണ്ടും പലരും ഒന്നാണ് വിചാരിക്കുന്നുണ്ട്, രണ്ടും രണ്ടാണ്. പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ വേരിയബിൾസ് used in a method or constructor. കൺസ്ട്രക്ടറിലോ മെത്തേഡിൽ ഫംഗ്ഷനിലോ ഉപയോഗിക്കുന്ന വേരിയബിൾസ് ആണ്. ഈ പാരാന്തസിസിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന വേരിയബിൾസ് ആണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. വൈ വി ആർ യൂസിങ് പാരാമീറ്റേഴ്സ്? ഇൻ ഓർഡർ ടു റിസീവ് വാല്യൂസ് ഫ്രം ഔട്ട്സൈഡ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഓർ കൺസ്ട്രക്ടർ. ഒരു കൺസ്ട്രക്ടറിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ ഒരു മെത്തേഡിൻ്റെ അകത്തേക്ക് വെളിയിൽ നിന്നും വാല്യൂ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പാരാമീറ്റേഴ്സ് എഴുതും, ഇല്ലെങ്കിൽ പാരാമീറ്റേഴ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പാരാമീറ്റേഴ്സ് ഒരു മെത്തേഡ് എഴുതുന്ന എപ്പോഴാണ്? ആ മെത്തേഡിൻ്റെ അകത്തേക്ക് ആ മെത്തേഡിൻ്റെ വെളിയിൽ നിന്നും, അതായത് ആ മെത്തേഡ് കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വല്ല വാല്യൂയും കൊടുക്കുമ്പോൾ ആ കോളിംഗ് പാർട്ടിൽ നിന്നും ആ വാല്യൂ റിസീവ് ചെയ്ത് വേണം എക്സിക്യൂഷൻ നടക്കാൻ. അപ്പോൾ മെത്തേഡിൻ്റെ വെളിയിൽ നിന്നും, അതായത് മെത്തേഡ് കോൾ ചെയ്യുന്ന സമയത്ത് മെത്തേഡിലേക്ക് വാല്യൂ കൊടുക്കുമ്പോൾ എക്സിക്യൂഷൻ സമയത്ത് ആ വാല്യൂ മെത്തേഡിൻ്റെ അകത്തേക്ക് എടുത്തിട്ട് വേണം അത് പ്രോസസ്സ് ചെയ്യാൻ. അപ്പം അങ്ങനെ വെളിയിൽ നിന്നും വാല്യൂ ആവശ്യമുണ്ടെങ്കിലാണ് ഒരു മെത്തേഡിന് നമ്മൾ പാരാമീറ്റേഴ്സ് എഴുതുന്നത്. എത്ര വാല്യൂ ആവശ്യമുണ്ടോ അത്രയും പാരാമീറ്റേഴ്സ് നമ്മൾ ഒരു മെത്തേഡിൽ എഴുതും, അല്ലെങ്കിൽ കൺസ്ട്രക്ടറിൽ എഴുതും. ഏത് ഡേറ്റ ടൈപ്പാണോ റിസീവ് ചെയ്യേണ്ട ആവശ്യമുള്ളത്, റിസീവ് ചെയ്യുന്നത്, ആ ഡേറ്റ ടൈപ്പിലുള്ള പാരാമീറ്റേഴ്സ് ആയിരിക്കും അവിടെ എഴുതുക. ഇവിടെ ദിസ് കൺസ്ട്രക്ടർ ഹാസ് 3 പാരാമീറ്റേഴ്സ്. 3 പാരാമീറ്റേഴ്സ് ഉണ്ട്. കാരണം 3 വാല്യൂ ഈ കൺസ്ട്രക്ടറിൻ്റെ അകത്തേക്ക് റിസീവ് ചെയ്യണം. ലെങ്തും വിഡ്ത്തും ഹൈറ്റിനും വേണ്ടിയിട്ട് 3 വാല്യൂസ് റിസീവ് ചെയ്യണം. ഡബിൾ വാല്യൂസ് ആണ് റിസീവ് ചെയ്യുന്നത്. അതുകൊണ്ട് പാരാമീറ്റേഴ്സും ഡബിളായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അപ്പം പാരാമീറ്റേഴ്സിന് ക്ലാസ് നെയിം
സെയിം ക്ലാസ് നെയിം ആയിരിക്കും. ലുക്സ് ആൻഡ് വർക്ക്സിലേക്ക് മെത്തേഡ്. ആ കാര്യം വിട്ടുപോയത്. മൂന്നാമത്തെ കാര്യം, പാരാമീറ്റേഴ്സ് ഹാസ് നോ എക്സ്പ്ലിസിറ്റ് റിട്ടേൺ ടൈപ്പ്, നോട്ട് ഈവൻ വോയിഡ്. പാരാമീറ്റേഴ്സിന് കൺസ്ട്രക്റ്റേഴ്സിന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് റിട്ടേൺ ടൈപ്പുകളൊന്നുമില്ല. നോട്ട് ഈവൻ വോയിഡ്. വോയിഡ് പോലും എഴുതാറില്ല. വോയിഡ് എഴുതിയാൽ നള്ളെന്നാണ്, പക്ഷെ നള്ളല്ലാത്തതുകൊണ്ട് വോയിഡ് എഴുതുന്നില്ല. എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇവിടെ റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ല. ബട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഈച്ച് കൺസ്ട്രക്ടർ ഹാസ് ആൻ ഇംപ്ലിസിറ്റ് റിട്ടേൺ ടൈപ്പ്. അതിന് ഇംപ്ലിസിറ്റ് ആയിട്ട് ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ട്. ഒരു ക്ലാസ് ടൈപ്പ് വാല്യൂ ആണ്. ഞാൻ പറഞ്ഞു, ആ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനെ ക്ലാസ് ടൈപ്പ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ ക്ലാസ് ടൈപ്പ് വാല്യൂ ആണ് കൺസ്ട്രക്ടർ റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓബ്ജക്റ്റ് ക്രിയേഷൻ സമയത്ത് നമ്മളിപ്പം മൈ ബോക്സ് 1 എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക്, ക്ലാസ് ടൈപ്പ് വേരിയബിളിലേക്ക് ഈസ് ഈക്വൽ ടു അസൈൻ ചെയ്യുന്നു. എന്ത്? ന്യൂ ഓഫ് ബോക്സ്. ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ആ മെമ്മറി ലൊക്കേഷൻ്റെ വാല്യൂവിനെ ക്ലാസ് ടൈപ്പിലേക്ക് കൺസ്ട്രക്ടർ കൺവേർട്ട് ചെയ്ത് ആ ക്ലാസ് ടൈപ്പ് വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പം അതിലേക്ക് പോയില്ലെങ്കിൽ പോലും നമ്മൾ അവിടെ പറയും ആൻ ഓബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ് എന്ന് പറയും. ബോക്സ് 1 ഓബ്ജക്റ്റ് ആണെന്ന് പറയും. അപ്പം ഇവിടെ കൺസ്ട്രക്റ്റേഴ്സ് വാല്യൂ റിട്ടേൺ തരുന്നുണ്ട്, പക്ഷെ അത് ഇംപ്ലിസിറ്റ് ആയിട്ടാണ് റിട്ടേൺ തരുന്നത്. ഇംപ്ലിസിറ്റ് റിട്ടേൺ ടൈപ്പാണ് ക്ലാസ് ടൈപ്പ്. ഇവിടെ നമ്മൾ ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്, ആദ്യമേ നമ്മൾ വേരിയബിൾസ്, സ്ട്രക്ചർ, ഷേപ്പ്, വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. ആ സ്ട്രക്ചർ ക്രിയേഷന് വേണ്ടിയിട്ടുള്ള വാല്യൂസ് നമ്മൾ റിസീവ് ചെയ്യാൻ വേണ്ടി ആ സ്ട്രക്ചർ കഴിയുമ്പോൾ, വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൺസ്ട്രക്ടർ നമ്മൾ എഴുതുന്നു. അതിനുശേഷമാണ് നമ്മൾ മെത്തേഡ് നമ്മൾ എഴുതുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ. ഓർഡർ മാറി എന്ന് എഴുതി തെറ്റൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ എഴുതിയാണ് നമ്മൾ ശീലിക്കേണ്ടത്. നമുക്കറിയാം, എ കൺസ്ട്രക്ടർ ഈസ് യൂസ്ഡ് ടു ഇനീഷ്യലൈസ് ആൻ ഓബ്ജക്റ്റ് അറ്റ് ദ ടൈം ഓഫ് ക്രിയേഷൻ. ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു വാല്യൂയും കൂടെ കൊടുത്ത് വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കൺസ്ട്രക്ടറിൻ്റെ ഉപയോഗം. അതുകൊണ്ടാണ് ഏതാണെങ്കിലും ന്യൂ ഓപ്പറേറ്ററിൻ്റെ കൂടെ കൺസ്ട്രക്ടർ കോൾ ചെയ്യുമ്പോൾ ആ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് വാല്യൂം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ ഉള്ള ഇപ്പോൾ ഇവിടെ ലെങ്തും വിഡ്ത്തും ഹൈറ്റും നമ്മൾ കൊടുക്കുമ്പോൾ ആ ലെങ്തും വിഡ്ത്തും ഹൈറ്റ് ഉള്ള ഒബ്ജക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പേ നേരത്തെ ചെയ്ത പോലെ ലെങ്തും വിഡ്ത്തും ഹൈറ്റും നമ്മൾ പിന്നെ ഇനീഷ്യലൈസിൻ്റെ കാര്യമൊന്നുമില്ല. അങ്ങനെ ചെയ്യാൻ പോയാൽ ഇറ്റ് ഈസ് എ ടീഡിയസ് വർക്ക്. അപ്പോൾ മുമ്പേ നമ്മൾ ആദ്യമേ അങ്ങനെയൊന്ന് ചെയ്തു. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇൻസ്റ്റൻസ് വേരിയബിൾസും ഇൻസ്റ്റൻസ് മെത്തേഡ്സും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്തു. പക്ഷേ ഇനി നമ്മളങ്ങനെ ചെയ്യുകയില്ല. അതിന് പകരം ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് നമ്മൾ വാല്യൂ കൊടുക്കുന്നു. ആ വാല്യൂ എടുത്ത് തന്നെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇവിടെ അതിനുവേണ്ടി കൺസ്ട്രക്ടറിൻ്റെ അകത്ത് നമ്മൾ വേരിയബിൾസ് കൊടുക്കുന്നു. ഓരോ വേരിയബിൾസിലേക്കും റിസീവ് ചെയ്യുന്ന വാല്യൂ അതാത് വിഡ്ത്തിലേക്കും ഹൈറ്റിലേക്കും ഡെപ്തിലേക്കും അത് ഇനിഷ്യലൈസ് ചെയ്യുന്നു. അപ്പോൾ അതാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടറിനും ഉണ്ട്, അതുപോലെ തന്നെ മെത്തേഡ്സിനും ഉണ്ട്. അതിൻ്റെ ഉപയോഗം ടു റിസീവ് വാല്യൂസ്. റിസീവ് ചെയ്യപ്പെടുന്ന വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞ വേരിയബിൾസ് ആണ്. ആ പാരാമീറ്റേഴ്സിലേക്ക് റിസീവ് ചെയ്യുന്ന ആ വാല്യൂസിൻ്റെ പേരാണ് ആർഗ്യുമെൻറ്റ്സ്. അപ്പം നമുക്ക് വി ക്യാൻ സേ ദാറ്റ് ആർഗ്യുമെൻറ്റ്സ് ആർ വാല്യൂസ് ദാറ്റ് ആർ പാസ്ഡ് ഇൻ ടു ദ പാരാമീറ്റേഴ്സ്. പാരാമീറ്റേഴ്സിലേക്ക് പാസ് ചെയ്യപ്പെടുന്ന വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് ആർഗ്യുമെൻറ്റ്സ്. ഇവിടെ നമ്മൾ വീണ്ടും ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. മൈ ബോക്സ് 1 is equal to ന്യൂ ബോക്സ്. അപ്പോൾ നേരത്തെ ന്യൂ ബോക്സ് എന്ന് പറയുന്ന ഈ ബോക്സ് എന്ന് പറയുന്ന ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആയിരുന്നു, വാല്യൂ ഇല്ലായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ലെങ്തും വിഡ്ത്തും ഹൈറ്റും നമ്മൾ കൊടുത്തത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൊടുത്തു. ഇവിടെ ബോക്സിൻ്റെ അകത്ത് നമ്മൾ 3 വാല്യൂസ് നമ്മൾ കൊടുക്കുന്നു, 10, 20, 50. ഈ 3 വാല്യൂസ് കൊടുക്കുമ്പോൾ നൗ ദിസ് ബോക്സ് മൈ ബോക്സ് 1 object has separate copies of length, width, height and its constructor and instance method. അപ്പോൾ ഇൻസ്റ്റൻസ് വേരിയബിൾസിൻ്റെയും
ഇൻസ്റ്റൻസ് മെത്തേഡ്സിൻ്റെയും ഇൻഡിപെൻഡൻറ്റ് കോപ്പി ഉള്ളതുപോലെ തന്നെ ആ ക്ലാസ് മെമ്പറായ കൺസ്ട്രക്ടറിൻ്റെ ഒരു കോപ്പിയും ഈ ഓബ്ജക്റ്റിനുണ്ട്. അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ സാധാരണ രീതിയിൽ എന്തെല്ലാം നമ്മൾ മെമ്പേഴ്സിന് കൊടുക്കുന്നുണ്ടോ സാധാരണ അതിൻ്റെ എല്ലാം ഒരു കോപ്പി ഓരോ ഓബ്ജക്റ്റിലും ഉണ്ട്. അപ്പം മൈ ബോക്സ് 1ൻ്റെ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് നമ്മൾ 3 വാല്യൂ നമ്മൾ കൊടുക്കുന്നു, 10, 20, 50. അപ്പം ആദ്യത്തെ വാല്യൂ 10ൻ്റെ ഒരു വാല്യൂ അതിൻ്റെ ഒരു കോപ്പിയാണ് കൺസ്ട്രക്ടറിൻ്റെ ഡബ്ല്യൂയിലേക്ക് വരും. ആദ്യത്തെ വാല്യൂൻ്റെ കോപ്പി ആദ്യത്തെ പാരാമീറ്റേഴ്സിലേക്ക് വരും. രണ്ടാമത്തെ വാല്യൂവിൻ്റെ കോപ്പി രണ്ടാമത്തെ പാരാമീറ്ററിലേക്ക് വരും. മൂന്നാമത്തെ വാല്യൂവിൻ്റെ കോപ്പി ഒരു സെപ്പറേറ്റ് കോപ്പി കൺസ്ട്രക്ടറിൻ്റെ മൂന്നാമത്തെ പാരാമീറ്റേഴ്സിലേക്ക് വരും. അപ്പം മൈ ബോക്സ് 1 എന്ന് പറയുന്ന കൺസ്ട്രക്ടറിൻ്റെ ആ ക്ലാസ് അതിൻ്റെ അകത്ത് ഈ ഒരു കൺസ്ട്രക്ടറിൻ്റെ 3 വേരിയബിൾസിലേക്കും 3 വാല്യൂസ് വരും. മൈ ബോക്സ് 1ൻ്റെ വിഡ്ത്ത് ആദ്യത്തെ വാല്യൂ ആകും. അതിൻ്റെ എച്ച് ഹൈറ്റായിട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് രണ്ടാമത്തെ വാല്യൂ ഹൈറ്റിലേക്ക് പോകും, മൂന്നാമത്തെ വാല്യൂ അതിൻ്റെ ഡെപ്തിലേക്കും പോകും. അപ്പോൾ അത് ആ രീതിയിൽ അങ്ങനെ വാല്യൂ അങ്ങ് അസൈൻ ചെയ്ത് പോകും. എന്നിട്ട് അതിൻ്റെ വോളിയം മെത്തേഡ് നോക്കുമ്പോഴത്തേനും വോളിയം മെത്തേഡിൻ്റെ അകത്ത് ഇതേ രീതിയിലായിരിക്കും വോളിയം കണ്ടുപിടിക്കുന്നത്. മൈ ബോക്സ് 2 ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൺസ്ട്രക്ടറിൻ്റെ അകത്ത് 3 വാല്യൂസ് കൊടുത്ത് 369. അപ്പം ഈ 3 എന്ന് പറയുന്നത് മൈ ബോക്സ് 2 എന്ന് പറയുന്ന ഓബ്ജക്റ്റിൻ്റെ കൺസ്ട്രക്ടറിൻ്റെ ഫസ്റ്റ് വേരിയബിളിലേക്ക് ഈ 3D ഒരു കോപ്പി അങ്ങോട്ട് പോകും. രണ്ടാമത്തെ വാല്യൂയിലേക്ക് 6ൻ്റെ ഒരു കോപ്പി അങ്ങോട്ട് പോകും. 9ൻ്റെ ഒരു കോപ്പി മൂന്നാമത്തെ കൺസ്ട്രക്ടറിലേക്ക് പോകും. അപ്പം ഇങ്ങനെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഈ വാല്യൂസിനെ പറയുന്ന പേരാണ് ആർഗ്യുമെൻറ്റ്സ്. അപ്പം ഇങ്ങനെ ഈ ആർഗ്യുമെൻറ്റ്സിൻ്റെ ഒരു കോപ്പിയാണ് അതാത് ഓബ്ജക്റ്റിൻ്റെ കൺസ്ട്രക്ടറിലേക്ക് പാസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പാസിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാസ് ബൈ വാല്യൂ. വാല്യൂ പാസ് ചെയ്യുന്ന കോപ്പി ഓഫ് വാല്യൂ ഓർ ആർഗ്യുമെൻറ്റ് ഈസ് പാസിങ് ഇൻ ടു പാരാമീറ്റേഴ്സ്. വാല്യൂസിൻ്റെ ഒരു കോപ്പി പാരാമീറ്റേഴ്സിലേക്ക് പാസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പാസിങ്ങിനെ വിളിക്കുന്ന പേരാണ് പാസ് ബൈ വാല്യൂ. രണ്ടാമത്തെ രീതി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണും, പാസ് ബൈ റെഫറൻസ്. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് കാണും. അപ്പോൾ ഏതാണ് ഈ കാര്യം ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ കണ്ടത് ഒന്ന് കൺസ്ട്രക്ടർ. കൺസ്ട്രക്ടർ ഈസ് യൂസ്ഡ് ടു ഇനിഷ്യലൈസ് ആൻ ഓബ്ജക്റ്റ് അറ്റ് ദ ടൈം ഓഫ് ക്രിയേഷൻ. ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ന്യൂ ഓപ്പറേറ്ററിനോട് കൂടി തന്നെ കൺസ്ട്രക്ടർ കോൾ ചെയ്യപ്പെടും. എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള യൂസർ ഡിഫൈൻഡ് കൺസ്ട്രക്ടർ ഇല്ല എങ്കിൽ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കോൾ ചെയ്യും. പക്ഷെ പിന്നീട് നമ്മൾ വാല്യൂ കൊടുക്കേണ്ടി വരും. പക്ഷേ യൂസർ ഡിഫൈൻഡ് കൺസ്ട്രക്ടർ നമ്മുടെ ക്ലാസ്സിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവിടെ എത്ര വേരിയബിൾസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് അത്രയും വേരിയബിൾസിലേക്ക് റിസീവ് ചെയ്യാനുള്ള വാല്യൂസ് നമ്മൾ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നു. ആ വാല്യൂസ് ഉപയോഗിച്ചാണ് ആ ബോക്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം മൈ ബോക്സ് 1ൻ്റെ ലെങ്തും വിഡ്ത്തും ഹൈറ്റും ഒക്കെ നമ്മൾ എത്ര കൊടുത്തു ആ വാല്യൂ അനുസരിച്ച് അത് ക്രിയേറ്റ് ചെയ്യും. മൈ ബോക്സ് 2ൻ്റെ ലെങ്തും വിഡ്ത്തും ഹൈറ്റും ഒക്കെ എത്ര കൊടുത്തു അതനുസരിച്ചുള്ള വാല്യൂ ഉപയോഗിച്ച് ആ ബോക്സും ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പം നമ്മൾ ഈ എക്സാമ്പിളിൽ നമ്മൾ ഒരു കൺസ്ട്രക്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. കൺസ്ട്രക്ടറിൻ്റെ പേര് ക്ലാസ് നെയിം ആയിരിക്കും. ലുക്സ് ആൻഡ് വർക്ക്സിലേക്ക് മെത്തേഡ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് കൺസ്ട്രക്ടർ ഹാസ് no explicit return type, not even void, but it has an implicit return type of its class type. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന അതാണ് കൺസ്ട്രക്ടറിൻ്റെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നാലാമത്തെ കാര്യങ്ങൾ കൺസ്ട്രക്ടർ വിൽ ബി കോൾഡ് ഓട്ടോമാറ്റിക്കലി അറ്റ് ദ ടൈം ഓഫ് ആൻ ഓബ്ജക്റ്റ് ക്രിയേഷൻ. ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെത്താനെ കോൾ ചെയ്യപ്പെടുന്ന ഒന്നാണ് കൺസ്ട്രക്ടർ. അപ്പോൾ എല്ലാവരും കാര്യം വളരെ ശ്രദ്ധിച്ച് പഠിച്ച് നോട്ട് എഴുതിയിരിക്കണം.